ഞാനിന്നിവിടെ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ചോളത്തിൻ്റെ പുട്ട്, എനിക്കും മോക്കും. ഇത് അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാവ് തട്ടിയിട്ട് കുഴച്ചാൽ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഉമ്മായിക്ക് അരിപ്പുട്ട്, ഉമ്മായിക്ക് ചോളപ്പുട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉമ്മായിക്ക് അരിപ്പുട്ട്, എനിക്കും മോക്കും ചോളപ്പുട്ടുമാണ്. എനിക്കാണെങ്കിൽ ചോളപ്പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി പുട്ട് കഴിക്കുമ്പോൾ. പിന്നെ ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ടാണ് പയർ കാണിക്കുന്നത്, പയറിൻ്റെത്. പയറാണ് പുട്ടിൻ്റെ കൂടെ, പപ്പടവും പയറുമാണ്. നിങ്ങൾ കണ്ടപ്പോൾ പുട്ട് ഒഴുങ്ങുന്നില്ല, നമ്മളെല്ലാം പുട്ട് ഒഴുങ്ങുന്നത്. ഇതിപ്പം വീഡിയോ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. പയറ് ഒരു വെറൈറ്റി ആയിട്ടാണ്, കാരണം മുളക് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം അത് ഇടിച്ച് നല്ല മുളക് ഇടിഞ്ഞ് ചതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കും. കണ്ട ചതച്ച് പിന്നെ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ജീരകപ്പൊടി ഇടും, കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് എണ്ണ ഒഴിച്ച്. ഇതിപ്പോൾ പപ്പടം വറുക്കുക കേട്ടോ. പപ്പടം വറുത്ത് അത് അധികം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ചെയ്യുന്നത്. പപ്പടം വറുത്തതിന് ശേഷം മുരിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് എണ്ണ അധികം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് കളയണ്ടല്ലോ. അത് കാരണം ഞാൻ അതിനകത്തോട്ടാണ് ഈ ഉള്ളിയും മുളകും എല്ലാം കൂടി മൂപ്പിച്ചതിട്ട് കാണിക്കുന്നത്. നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് പുട്ടിൻ്റെ കൂടെ തിന്ന് നോക്കി, നല്ല രുചിയായിട്ട്. നമ്മളത് സാധാരണ ചോറിനൊക്കെ തിന്നും. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ നിങ്ങളൊന്ന് തിന്ന് നോക്കണം, എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് പറയണം കൊള്ളാവോ ഇല്ലെന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില, ഉള്ളിയും മുളകും കൂടി ചതച്ചത്, വെളുത്തുള്ളിയൊക്കെ ഇടിച്ചത്. നല്ല രുചിയാണ് പുട്ടിൻ്റെ കൂടെ തിന്നാൻ. നല്ല രുചിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാത്ത വിധത്തിലുള്ള നല്ല രുചിയാണ്. നമ്മൾ ചോറിൻ്റെ കൂടെയല്ലേ ഇതൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യം. കണ്ട പയർ തട്ടിയിട്ട് വരട്ടിയെടുത്ത്, പയർ കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നന്നാണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കഞ്ഞിയുടെ കൂടെ നമ്മൾ കഞ്ഞി വയ്ക്കുക, അതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്പടവും വറുത്ത് പുട്ടുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പപ്പടവും പയറും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്